കഴക്കൂട്ടത്തു നിന്നും കാണാതായ തസ്മീത്തിനെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ബബിത അയച്ചു നൽകിയ ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയെ കേന്ദ്രീകരിച്ച അന്വേഷണ സംഘം നടത്തിയ അന്വേഷണമാണ് അവസാനം വിശാഖപട്ടണത്തിൽ തസ്മീത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. ഏതായാലും ബബിത നമ്മളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഏതായാലും കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞു. എന്ത് തോന്നുന്നു ബബിത? വളരെ സന്തോഷം തോന്നുന്നു. എൻ്റെ ഒരു ഫോട്ടോ കാരണം ഒരു കുഞ്ഞിനെ ലഭിച്ചല്ലോ, അതുകൊണ്ട് വളരെ സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം. ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്ന്. കിട്ടിയപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇന്നലെ ഈ വാർത്ത നോക്കി നിൽക്കുകയായിരുന്നു. ഇന്നലെ മൊത്തം നല്ല പ്രാർത്ഥനയിലായിരുന്നു കുഞ്ഞിനെ കിട്ടണമെന്ന്. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞിനെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. കിട്ടിയപ്പോൾ സമാധാനമായി. ഫോട്ടോ എടുത്തപ്പോൾ ഏതെങ്കിലും തരത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും ഈ കേരളം വിട്ടു പോവാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാണാതായ ഇങ്ങനെയൊരു വാർത്തയാവുന്നൊരു കൊച്ചാവുന്നു? സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഈ കുട്ടിയെ കാണാനില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചതിനെ. കാണുമ്പോൾ തന്നെ ഒറ്റയ്ക്കാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങളുടെ ബോഗിയുടെ ബാക്കിൽ വേറെ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കുന്ന കുട്ടിയാവാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. ഒറ്റയ്ക്കാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞങ്ങൾ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചതിനെ. എടുക്കാൻ തോന്നിയൊരു അത് എങ്ങനെയാണ്? എനിക്കെന്തോ അങ്ങനെ എടുക്കാൻ തോന്നി, ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് മനസ്സിൽ അങ്ങനെ തോന്നി എടുത്തതാണ്. നോക്കിയപ്പോൾ അന്ന് രാവിലെ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് കുഞ്ഞിനെ കാണാനില്ല എന്നും ഈ ഫോട്ടോ ആവശ്യമാണ്. നോക്കിയപ്പോൾ ഇവിടെയൊക്കെയാണ് പരിശോധന നടക്കുന്നത്, ശംഖുമുഖത്തൊക്കെ. അപ്പോൾ അറിയുന്നത് ഒരു പെൺകുട്ടിയല്ലേ, എത്രയും വേഗം അറിയുന്നതാണ് കാര്യമെന്ന് തോന്നി, അതുകൊണ്ട് പെട്ടെന്ന് അറിയിച്ചതാണ്. പോലീസ് പിന്നെ കോൺടാക്ട് ചെയ്തു? പോലീസൊക്കെ ഒരുപാട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ബബിത എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് വിശാഖപട്ടണത്തൊക്കെ എത്തിയിട്ടുണ്ടാവും കൊച്ച്, അങ്ങനെ കരുതുന്നു? പാറശാല കഴിഞ്ഞ് കുട്ടി പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. ബാക്കി ഞാനല്ലല്ല, അപ്പോൾ എനിക്കറിയത്തില്ല, പറ്റി കൂടുതൽ അറിയത്തില്ല. കൂടുതൽ പേർ എനിക്ക് തോന്നുന്നു ബബിതയുടെ ആ ഫോട്ടോ ആണ്, പിന്നീട് ആ ഫോട്ടോ നടത്തിയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെല്ലാം പരിശോധന നടത്തുന്നത്. അതാണ് അവിടെ എത്തുന്നത് എന്നുള്ളതാണ്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ട്രെയിനിൽ എപ്പോഴും പോകുന്ന ഒരാളെന്നുള്ള രീതിയിൽ ട്രെയിനിൽ ഇങ്ങനെ ഏതെങ്കിലും കൊച്ചിനെ കാണുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും നിരീക്ഷിക്കേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ ഒരു മാസം ആയതേ ഉള്ളൂ ട്രെയിനിൽ ആദ്യമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടും. അപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികളൊക്കെ കാണും, സാധാരണയാണ്. എനിക്കറിയത്തില്ല. അപ്പോൾ അവർ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ തോന്നി ഇനിയിപ്പോൾ കുഴപ്പമില്ല, അവരൊക്കെ കൂട്ടുന്ന മാറിയിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചതാണ്. അല്ലാതെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഫോട്ടോ ഒരു വഴിത്തിരിവായി മാറുമെന്ന് ഒന്നും വിചാരിച്ചില്ല. ഓക്കെ, ആ വഴിത്തിരിവിന് കാരണമായത് ബബിതയാണ്. അപ്പോൾ ആ കൊച്ചിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അന്ന് ആ കണ്ടതാണല്ലോ, അപ്പോൾ ഒന്ന് കാണാൻ അങ്ങനെയൊക്കെ ഉണ്ടോ? കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഫോട്ടോയെ കണ്ടിട്ട് ഭയങ്കര ദയനീയമായിട്ട് തോന്നുന്നു. അതെങ്ങനെയെങ്കിലും സേഫായിട്ട് വീട്ടിൽ എത്തട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിക്കട്ടെ എന്നേ ഉള്ളൂ. അതുകൂടിയാണ് ഒരു കാര്യം. ആ ട്രെയിനിലിരിക്കുമ്പോൾ കൊച്ചിനെ കണ്ടല്ലോ, അപ്പോൾ അവളിലുണ്ടായതും ഇന്നലെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ വിശാഖപട്ടണത്തിൽ കിട്ടിയെന്ന്. വലിയ രീതിയിൽ നല്ല ക്ഷീണമുണ്ട് കുഞ്ഞിനെ കണ്ടപ്പം. അപ്പോൾ കണ്ടപ്പോൾ ഒരു ദേഷ്യഭാവം മുഖത്തുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. ഒരു ദയനീയ അവസ്ഥയായിരുന്നു കണ്ടപ്പോൾ. നല്ല പാവം തോന്നി. ട്രെയിനിൽ ഇരുന്നപ്പോൾ തന്നെ ഒരു പാവം തോന്നി എനിക്ക്. എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വിഷം പിന്നീടാണ് അറിയുന്നത് കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഇതായി. കാരണം ഇത്രയും നേരം ആ കുട്ടി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും യാത്ര ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉള്ളിൽ കാണണമല്ലോ. അത് എത്രയും വേഗം പാരൻസ് അറിയണം എന്നേ ഉള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും ഈ ബബിത അതുകൊപ്പം തന്നെ നവ്യയും ഇവർ രണ്ടുപേരും ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് കൃത്യമായി പോലീസിന് ഈ തസ്മീത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോയെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് മുഴുവൻ അന്വേഷണവും. അത് കന്യാകുമാരിയിലേക്ക് എത്തുന്നു, കന്യാകുമാരിയിൽ നിന്നും ചെന്നൈ എഗ്മോർ എന്നുള്ള നിരീക്ഷണത്തിൽ ചെന്നൈയിലേക്ക് എത്തുന്നു, അവിടെ നിന്നും വിശാഖപട്ടണത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തസ്മീത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് എന്നതാണ്. ഏതായാലും അതിന് ഒരു വഴിത്തിരിവായത് ബബിതയുടെ ഫോട്ടോ ആണെന്നത് തന്നെയാണ്. അതുകൊണ്ടുള്ള സന്തോഷം തന്നെയാണ് ആ ബബിത നമ്മളോടും പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.